കേരളത്തിന്റെ തലസ്ഥാന നഗരത്തിന്റെ അവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടതും കേട്ടതും. കുടിക്കാൻ പോലും വെള്ളം കിട്ടാതെ 4ാം ദിവസവും തിരുവനന്തപുരം നിവാസികൾ വലയുകയാണ്. റെയിൽപാത ഇരട്ടിപ്പിക്കലിന് ശുദ്ധജല വിതരണ പൈപ്പിന്റെ അലൈൻമെന്റ് മാറ്റാനുള്ള ജോലി നീണ്ടുപോയതാണ് ഈ പ്രതിസന്ധിക്ക് കാരണം. ഇന്ന് 4 മണിയോടെ ജലവിതരണം പൂർണ്ണമായും ഉറപ്പാക്കും എന്നാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞിരിക്കുന്നത്. അറ്റകുറ്റപ്പണികൾ പൂർത്തിയാവാറായി എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. എന്തായാലും ആ കാര്യം 24 വിശദമായി അന്വേഷിക്കുകയാണ്. ഷഫീദ് റാവുത്തറും ഒപ്പം തന്നെ അലക്സ് റാം മുഹമ്മദൊപ്പം അജീഷ് ജയകുമാർ എന്നിവർ വിവിധ അപ്ഡേറ്റുകളുമായി നമ്മോടൊപ്പം ചെയ്യുന്നുണ്ട്. അജീഷ് ജയകുമാറിലേക്ക് ആദ്യം. അജീഷ്, നിലവിൽ 4 മണിയാവാൻ ഇനി കേവലം 30 മിനിറ്റ് പോലും ഇല്ല. എന്താണ് നിലവിലെ അവസ്ഥ? ഈ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാവാറായിട്ടുണ്ടോ? നേരത്തെ മന്ത്രിമാർ നൽകിയ ഉറപ്പ്, അത് ഈ 4 മണിക്കെങ്കിലും ആ രീതിയിലുള്ള ഉറപ്പ് പാലിക്കുമോ അധികൃതർ? പ്രജിൻ, എന്തായാലും ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഈ കുടിവെള്ള പ്രശ്നം കഴിഞ്ഞ 4 ദിവസമായി രൂക്ഷമായിട്ടുള്ള ആറ്റുകാൽ മേഖലയിലാണ്. ആറ്റുകാൽ മേഖലയിൽ കഴിഞ്ഞ 4 ദിവസമായി കുടിവെള്ളമല്ല. ഇപ്പോഴും ഇവിടെ ഒരു വീടുകളിലും വെള്ളം വന്നിട്ടില്ല. ഇപ്പോഴും ഈ കുടിവെള്ള ടാങ്കറുകൾക്ക് ആയി കാത്തിരിക്കുകയാണ് ഇവിടുത്തെ നാട്ടുകാർ. ചില ആളുകളുണ്ട്. ചേച്ചി, 2-3 ദിവസമായില്ലേ വെള്ളമൊക്കെ വന്നിട്ട്? 5-ാം തീയതി രാവിലെ 7 മണിക്ക് പോയ വെള്ളം. അപ്പൊ 5, 6, 7, 8 4 ദിവസമായി. ഇതുവരെയും വന്നിട്ടില്ല. ഇതുവരെ വെള്ളം വന്നിട്ടേ ഇല്ല. ഞങ്ങൾ പല വീട്ടിലും പോയാണ് കൊല്ലക്കണ്ണൂർ വെള്ളം എടുത്തോണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്നാണ് കമസൽ ഇപ്പൊ വെള്ളം ഇപ്പൊ കൊണ്ടു വന്നിട്ട് പോയത്. അത് ഈ ടാങ്കറിൽ വെള്ളം കൊണ്ടുവന്ന് ഞങ്ങൾ അങ്ങനെ ഇത്തിരി വെള്ളങ്ങൾ പിടിച്ചിട്ടിരിക്കുന്നു. ആ മുടിക്ക് കയറാത്തതാണ് ആ കുട്ടി അങ്ങ് വന്നത്. ഇപ്പൊ ചില വീടുകളിൽ നമുക്ക് കാണുന്നതല്ല, ഇതേപോലെ ഈ പാത്രങ്ങളിൽ ചില വീടുകളിലൊക്കെ രാവിലെ ഈ ടാങ്കറുകളിൽ കുടിവെള്ളം എത്തിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ വീടുകളിൽ വലിയ പാത്രങ്ങളിലൊക്കെ ശേഖരിച്ച് വെക്കുകയാണ്. ചേച്ചി, ഈ ഇന്നലെയൊക്കെ ഇപ്പം ഈ വെള്ളം ഒന്നും വരാത്തതുകൊണ്ട് എന്തായിരുന്നു അവസ്ഥ? നമ്മള് ഹോട്ടലിൽ നിന്ന് ഒരു ചോറെടുത്ത് കഴിച്ചു. ഇത്രയും കാലം നമ്മൾ ചെയ്യാത്ത ഒരു പണി ഇന്നലെ ഒരു ദിവസവും ചെയ്തു. അതുവരെ എങ്ങനെയെങ്കിലുമൊക്കെ കഴിഞ്ഞു പോയി. പ്രാഥമിക ആവശ്യം ചെയ്യാൻ പോലും വെള്ളമില്ല. അത് തന്നെയാണ് നമുക്ക് ആഹാരവും വേണ്ടാത്തത്. അതിന് പോലും വെള്ളമില്ല. അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. അതെ അതെ. ഇന്ന് ഇപ്പൊ കുടിവെള്ളം കൊണ്ടുവന്നു, ടാങ്കറിൽ കൊണ്ടുവന്നു. ഇന്ന് രാവിലെ 10 മണിയായപ്പം ടാങ്കറിൽ വെള്ളം കൊണ്ടു. 4 മണിക്ക് വരുമെന്നാണ് മന്ത്രി പറഞ്ഞിട്ടുള്ളത്. ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ ഇതാണ് പ്രജിൻ ഇവിടുത്തെ ഒരു അവസ്ഥ. കാരണം 4 മണിക്ക് മന്ത്രി വരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതുവരെയ്ക്ക് ഇപ്പൊ 4 മണി ആകാറായി. ഏതാണ്ട് മിനിറ്റുകൾ മാത്രമാണ് 4 മണി ആകാനുള്ളൂ. പക്ഷെ ഇതുവരെയ്ക്കും ഇവിടെ ഒന്നും വെള്ളമില്ല. പല വീടുകളിലും ഈ കുടിവെള്ളത്തിന് കൊണ്ടുവരുമ്പോൾ തന്നെ പല ട്രിപ്പുകൾ അടിച്ചാൽ മാത്രമേ ഇങ്ങോട്ടേക്ക് വീടുകളിൽ തികയുള്ളൂ. പക്ഷേ ചില വീടുകളിലേക്ക് ഇപ്പോഴും ഈ കാലിയായ പാത്രങ്ങളാണ്. ഇതെല്ലാം കഴിഞ്ഞ ദിവസമൊക്കെ പിടിച്ചു വെച്ച വെള്ളമാണ്. ചേട്ടാ, ഇന്നും വെള്ളം കിട്ടിയില്ല അവരിടത്തുനിന്നും? ഇന്ന് രാവിലെ ഒരു 10 മണിയായപ്പോഴത്തേക്ക് വിളിച്ചു പറഞ്ഞ കൗൺസിൽ വിളിച്ചു പറഞ്ഞ ഉടനെ കൊണ്ടുവന്ന് ഒരു ട്രിപ്പ് കൊടുത്ത് 2ാമത്തെ വണ്ടിയാണ് ഇപ്പം വന്നത്. ഇപ്പം വെള്ളം കിട്ടുന്നുണ്ട്. പിന്നെ ഇന്ന് 4 ദിവസം കൊണ്ട് വെള്ളമില്ല. ഒരുപാട് ഇവിടങ്ങളിലെ ഒരിടത്തും വെള്ളമില്ല. വീട്ടുകാര്യങ്ങളൊക്കെ ഇപ്പൊ എങ്ങനെയാണ് നടക്കുന്നത്? ഇവിടെ ബോർവെൽ ഉണ്ടായിരുന്നുകൊണ്ട് വീട്ടിൽ അങ്ങനെ പോകുന്നു. കുടിവെള്ളത്തിന് വലിയ ബുദ്ധിമുട്ടാണ്. ബോർവെല്ലം കുടിക്കാൻ എടുക്കുന്നില്ല. ഇപ്പൊ ബാക്കിയുള്ള ഈ പ്രാഥമിക ആവശ്യത്തിനൊക്കെ വെള്ളം ഭയങ്കര പ്രശ്നമാണ്. വെള്ളത്തിന് എല്ലാം പ്രശ്നമാണ്. പിന്നെ ഈ ബോർവെൽ ഉള്ള വീടുകളിൽ ഈ പ്രശ്നം ഇല്ലാതെയൊക്കെ പോകുന്നുണ്ട്. മറ്റു വീടുകളിൽ നിന്നൊക്കെ ഇവിടെ വരാറുണ്ട് ഇങ്ങനെ വെള്ളം എടുക്കാൻ? വന്ന് എടുക്കാറുണ്ട്. അജീഷ്, ഇതിൽ ഇപ്പോൾ വലിയ പ്രതിഷേധം ഈ പ്രതിപക്ഷ സംഘടനകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട്. അജീഷ്, അപ്പോൾ ഇതിൽ സർക്കാർ നൽകുന്നൊരു വിശദീകരണം എന്താണ്? നേരത്തെ ഈ ജനങ്ങൾക്കടക്കം മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് 2 ദിവസം ഇതുപോലെ ജലവിതരണം മുടങ്ങും എന്നൊരു മുന്നറിയിപ്പൊക്കെ നൽകിക്കൊണ്ടാണ് ഈ അറ്റകുറ്റപ്പണികൾ തുടങ്ങിയത്. പക്ഷേ പിന്നീട് എന്താണ് ഈ രീതിയിൽ ദിവസങ്ങൾ നീണ്ടുപോകാൻ ഇടയായ കാരണം? അത് പൈപ്പ് പൊട്ടിയതാണെന്ന് പറയുന്നു. അത് സ്വാഭാവികമായി നമുക്ക് അത് തടുക്കാൻ കഴിയുന്നതല്ല. പലയിടങ്ങളിലും അത്തരം ചോർച്ച ഉണ്ടാവുന്നുണ്ടെന്ന് സർക്കാർ പറയുന്നു. പക്ഷെ അപ്പോഴും ഒരു ബദൽ സംവിധാനം, അതും ഈ തലസ്ഥാന നഗരത്തിൽ, അത് ഒരുക്കേണ്ട സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. അപ്പൊ അതുണ്ടായിട്ടില്ല എന്ന് ഈ ജനങ്ങൾ തന്നെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതിൽ എന്തെങ്കിലും വിശദീകരണം മന്ത്രിമാരോ അല്ലെങ്കിൽ അധികൃതരോ നൽകുന്നുണ്ടോ? ഈ ബദൽ സംവിധാനം ഒരുക്കുന്നതിലാണ് സർക്കാരിന്റെ ഭാഗത്ത് ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ച വന്നിരിക്കുന്നത്. കാരണം ഈ 5ാം തീയതി രാവിലെ മുതൽ തന്നെ ചില വീടുകളിലൊക്കെ വെള്ളം വന്നിരുന്നു. പക്ഷെ അതിനുശേഷം ഈ ഒരു അറിയിപ്പ് വാട്ടർ അതോറിറ്റി മാധ്യമങ്ങളിലൂടെ നൽകിയിരുന്നു. ചില വീടുകൾക്ക് അത് അറിയിപ്പ് പോലും കിട്ടിയിട്ടില്ല. അറിയിപ്പ് അവർ നൽകിയിരുന്നത് തിരുവനന്തപുരം മുതൽ കന്യാകുമാരി വരെയുള്ള റെയിൽവേ അറ്റകുറ്റപ്പണി, അത് റെയിൽവേ പാത ഇരട്ടിപ്പിക്കലുമായി ബന്ധപ്പെട്ട പണി നടക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ അടിയിൽ കൂടെ പോകുന്ന പൈപ്പ് ലൈനുകൾ, ഈ പൈപ്പ് ലൈനിന്റെ അലൈൻമെന്റ് മാറ്റണം. ഇത് നേരത്തെ നിശ്ചയിച്ചതാണ്. ഈ അലൈൻമെന്റ് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട്
ബന്ധപ്പെട്ട് 2 ദിവസം, അതായത് 48 മണിക്കൂർ നിങ്ങൾ ജലവിതരണം ഉണ്ടാകില്ലെന്ന് വാട്ടർ അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയതാണ്. പക്ഷേ ഈ പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും ആ അറിയിപ്പൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ട പ്രിപ്പറേഷൻ ഒന്നും നടത്താൻ സാധിച്ചില്ല. കാരണം അതിന് നേരത്തെ അവർക്ക് വേണ്ട രീതിയിൽ അറിയിപ്പ് കിട്ടിയിരുന്നെങ്കിൽ അവർക്ക് ഈ പാത്രങ്ങളിലൊക്കെ കുടിവെള്ളം 2 ദിവസത്തേക്കെങ്കിലും എങ്ങനെയെങ്കിലും ശേഖരിച്ച് വെക്കാമായിരുന്നു. പക്ഷേ 2 ദിവസം കഴിഞ്ഞു, 3 കഴിഞ്ഞു, 4 ദിവസം കഴിഞ്ഞു. അപ്പോഴേക്കും എല്ലാ വീടുകളിലും അവർ കരുതിയിരുന്ന വെള്ളം പോലും തീർന്നു പോയി. മിക്കവരും പൈപ്പ് വെള്ളം പോലുമാണ് ആശ്രയിക്കുന്നത്. പൈപ്പ് വെള്ളങ്ങൾ എന്ന് പറയുമ്പോൾ വളരെ ഫോഴ്സ്, നമ്മൾ രാവിലെയൊക്കെ ആളുകളുടെ പ്രതികരണം തേടാൻ ഈ ആറ്റുകാൽ മണക്കാട് മേഖലയിലൊക്കെ വന്നപ്പോൾ ഇവിടുത്തെ പൊതു പൈപ്പുകളിലൊക്കെ വളരെ നേർത്ത രീതിയിൽ, വളരെ ഫോഴ്സ് കുറഞ്ഞ രീതിയിലായിരുന്നു ആ വെള്ളം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മണിക്കൂറുകളോളം അതിന് മുന്നിൽ കുടവുമായി പാത്രവുമായി ആളുകൾക്ക് ക്യൂ നിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയായിരുന്നു ഈ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നത്. പലരും രാവിലെ ജോലിക്ക് പോയി വൈകിട്ട് വീട്ടിൽ വന്ന ശേഷം രാത്രി വരെ ഈ പൈപ്പിന് മുന്നിൽ പാത്രവുമായി നിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ചിലരൊക്കെ പുലർച്ചെ തന്നെ, സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത്, അവർ പുലർച്ചെ തന്നെ എണീറ്റ് ഈ പൈപ്പിനും അവിടെ പോയി ക്യൂ നിന്ന് വെള്ളം ശേഖരിച്ചിട്ട് വേണം പ്രാഥമിക ആവശ്യം പോലും നിറവേറ്റാൻ. അങ്ങനെ ഒരു ഗതികെട്ട അവസ്ഥയായിരുന്നു കഴിഞ്ഞ 3-4 ദിവസമായി തിരുവനന്തപുരത്തുള്ളവർക്ക്. പക്ഷേ മന്ത്രിമാരടക്കം ഈ അറ്റകുറ്റപ്പണി നടക്കുന്ന സ്ഥലത്ത് നേരിട്ട് സന്ദർശിച്ച് പെട്ടെന്ന് തന്നെ ഇത് പണി പൂർത്തിയാക്കുമെന്ന് പറഞ്ഞെങ്കിലും അതൊന്നും പാലിക്കപ്പെട്ടില്ല. ഇന്ന് വീണ്ടും വാർത്തയായത് വലിയ ചർച്ചയായതോടെ, വലിയ പ്രതിഷേധമുണ്ടായതോടെയാണ് വീണ്ടും 2 മന്ത്രിമാർ, അത് തലസ്ഥാനത്ത് നിന്നുള്ള വി ശിവൻകുട്ടിയും ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിനും നേരിട്ട് ഈ സ്ഥലങ്ങളിൽ, പല സ്ഥലങ്ങളിലും നേരിട്ട് പോയി അവർക്ക് നാട്ടുകാർക്ക് ഉറപ്പ് നൽകുകയായിരുന്നു. ശരി, അജീഷ് തുടരുക. കൂടുതൽ പ്രതികരണങ്ങൾ തേടുക. ഇപ്പോൾ ഷഫീദ് റാവുത്തർ കൂടി ചെയ്യുന്നുണ്ട്. ഷഫീദ്, ഇപ്പോൾ ഈ പ്രതിസന്ധി അത് 4 മണിയോടുകൂടി പൂർണ്ണമായും പരിഹരിക്കും, പമ്പ് തുടങ്ങുമെന്ന് നേരത്തെ അറിയിച്ചിട്ടുണ്ട്. അത് മന്ത്രി റോഷി അഗസ്റ്റിൻ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ മിനിറ്റുകൾ മാത്രമാണ് ബാക്കി. എന്താണ് ഇപ്പോൾ നേരത്തെ രണ്ടാമത് പൈപ്പ് പൊട്ടിയെടുത്ത് അവിടെയാണല്ലോ ഒരു പ്രതിസന്ധി, ആ മേഖലയിൽ അല്ലെങ്കിൽ ആ ഇടത്ത് എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? അവിടുത്തെ ആ ചോർച്ച പൂർണ്ണമായി പരിഹരിച്ചു കഴിഞ്ഞോ? ഇനി മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ. 4 മണി എന്ന വാഗ്ദാനം, 4 മണിക്ക് പമ്പ് ചെയ്ത് തുടങ്ങുമെന്നാണ് മന്ത്രി അറിയിച്ചത്. CIT റോഡിലും അതേപോലെ തന്നെ കുഞ്ചാലുമൂടി 2 സ്ഥലത്തെ പ്രധാനപ്പെട്ട, അതായത് 500 mm അതേപോലെ തന്നെ 700 mm പൈപ്പുകൾ, ആ പൈപ്പുകൾ അതിൻ്റെ അലൈൻമെൻറ്റ് പൂർത്തിയാക്കിയിരുന്നു. പക്ഷെ അതിനുശേഷം വീണ്ടും അത് പമ്പ് ചെയ്തു, വെള്ളം പമ്പ് ചെയ്തു. അങ്ങനെ വെള്ളം പമ്പ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അതിനകത്ത് ലീക്കേജ് കണ്ടതായിരുന്നു ഈ 2 ദിവസം വീണ്ടും ഈ തിരുവനന്തപുരം നഗരത്തെ കുടിവെള്ള പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഇപ്പോൾ ഈ ഭാഗത്ത് അവസാനഘട്ട പ്രവർത്തനം നടക്കുകയാണ്. റോഷി അഗസ്റ്റിൻ്റെ ഒരു അവസാനഘട്ട പ്രവർത്തനം അദ്ദേഹം ഇന്ന് രാവിലെ പറഞ്ഞിരുന്നു. അതായത് ഒരു അവസാനഘട്ടം അതിൻ്റെ ഒരു ടണൽ ഭാഗമുണ്ട്, അതടക്കമുള്ള സ്ഥലങ്ങൾ ക്ലിയർ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഭാഗം കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ ഈ നിർമ്മാണ പ്രവർത്തനം നടക്കുകയാണ്. 4 മണിക്ക് മുൻപ് തന്നെ ഇത് പരമാവധി വേഗത്തിൽ സാധ്യമാക്കും എന്നുള്ള കാര്യം ഒരു നിലപാടായി തന്നെ സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ മന്ത്രിമാർ അത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് 2 ദിവസം ഉണ്ടായ കുടിവെള്ള പ്രതിസന്ധി, ആ പ്രതിസന്ധി എത്രത്തോളം രൂക്ഷമാണെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. ഏതായാലും മേയർ ഉൾപ്പെടെയുള്ള ആളുകൾ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി ഈ നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്ന സ്ഥലത്ത് തുടരുന്നുണ്ട്. കാരണം നഗരസഭയുടെ അടക്കം ഒരു മേൽനോട്ടം ഈ വിഷയത്തിലുണ്ട്. ഈ റെയിൽവേ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ അപ്രതീക്ഷിതമായ ഒരു സാങ്കേതിക പ്രശ്നം, അതായിരുന്നു ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി എന്ന് പറയുന്നത്. ഇപ്പോൾ ആ വെല്ലുവിളി അടക്കമുള്ള കാര്യങ്ങൾ, ഷഫീദ, പൈപ്പ് പൊട്ടിയ ഭാഗത്തേക്ക് നമുക്ക് ക്യാമറ ഒന്ന് തിരിക്കാം. അവിടുത്തെ എന്താണ് അവിടുത്തെ നിലവിലെ സാഹചര്യം, അതുകൂടെ ഒന്ന് ക്യാമറയോടൊന്ന് പറയാമോ? അത് ചെറുതായി ഈ ഭാഗം, അതായത് ഇതായിരുന്നു പ്രധാനപ്പെട്ട പൈപ്പ്. ആ പൈപ്പുകളിൽ ഒന്നിൽ വളരെ അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു സാങ്കേതിക പ്രശ്നം, അത് ഒരു ലീക്കേജ് കണ്ടുപിടിച്ചു. അതിനുശേഷമാണ് ആ ഒരു സാങ്കേതിക വിഷയത്താൽ ഇത് വൈകിയത്. അത് റോഷി അഗസ്റ്റിൻ രാവിലെയും പറഞ്ഞത് നമുക്കത് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമല്ല. ഇപ്പോൾ ഏതാണ്ട് എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായി, അല്ലെങ്കിൽ എല്ലാ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർത്തിയായി നമ്മൾ മനസ്സിലാക്കുന്നു. വളരെ തിരക്കിട്ടുള്ള ഒരു നിർമ്മാണ പ്രവൃത്തിയായിരുന്നു ഈ കഴിഞ്ഞ ഇന്നലെ ഈ വിഷയം ശ്രദ്ധയിൽപ്പെട്ടത് മുതൽ, സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് പോലെ നടത്തിക്കൊടുത്തു. ഇപ്പോൾ മേയർ ആര്യ രാജൻ നമ്മളോടൊപ്പം ചേരുകയാണ്. മേയറെ, ഇപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു അവസാനഘട്ട ഒരു ഇത് എങ്ങനെയാണ്? ഇപ്പോൾ നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഒരു വാൽവിലുണ്ടായ ലീക്ക് കാരണമാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കാതെ തന്നെ ഈ വർക്ക് നീണ്ടുപോകുന്ന ഒരു സാഹചര്യം വന്നത്. അപ്പോൾ ഇവിടുത്തെ ഈ കണക്ഷനും കാര്യങ്ങളും എല്ലാം ഇപ്പോൾ ഇന്ന് പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ സെറ്റിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ സൈഡിൽ, അപ്പുറത്തെ സൈഡിൽ വാൽവ് കണക്ട് ചെയ്ത് ഏതാണ്ട് കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. അപ്പോൾ ഒരു മണിക്കൂർ, 1.5 മണിക്കൂറിനകത്ത് നമുക്ക് പമ്പിങ് ആരംഭിക്കാൻ വേണ്ടി സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പമ്പിങ് ആരംഭിച്ചു കഴിഞ്ഞാൽ 1 മണിക്കൂറിനകം താഴ്ന്ന പ്രദേശങ്ങളിലും തുടർന്നുള്ള മണിക്കൂറുകളിൽ ഉയർന്ന പ്രദേശങ്ങളിലും വെള്ളം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. 7 മണിക്കുള്ളിൽ നമ്മൾ ഈ പറയുന്ന പ്രശ്നമുള്ള സ്ഥലങ്ങളിലേക്ക് വെള്ളം എത്തും. അതെ, ഈ 44 പ്രദേശങ്ങളിലും ഇപ്പോൾ ഇത് കാരണം വെള്ളം മുടങ്ങിയിട്ടുള്ള മുഴുവനിടത്തും വെള്ളം ലഭ്യമാക്കാൻ ആവശ്യമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട്.
ഈ സാധാരണ ഒരു സംശയമാണ്, ടെക്നിക്കൽ സംശയമാണ്. ഈ അരുവിക്കരയിൽ നിന്ന് ഈ വെള്ളം ഇങ്ങോട്ടേക്ക് ആദ്യം എത്തുമ്പോൾ ഒരു ക്ലീനിങ് പ്രോസസ്സ് ആയിരിക്കുമല്ലോ നടക്കുക. അതടക്കം നമ്മൾ ഒരു സമയം നമ്മൾ കൂട്ടി പറഞ്ഞ ഒരു മൂന്നര മണിക്കൂറിൽ നമുക്കിത് ഉറപ്പായും എത്തിക്കാം എല്ലാ പ്രദേശത്തും. സ്വാഭാവികമായിട്ടും ഇത്രയും നേരം ഈ വെള്ളം വരാത്തത് കൊണ്ട് തന്നെ ആദ്യം പ്രഷർ അഡ്ജസ്റ്റിങ്ങും അത്തരം ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടത്തേണ്ടതായിട്ടുണ്ട്. അതുവഴി തന്നെയാണ് ഈ ക്ലീനിങ് പ്രോസസ്സും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത്. അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ സ്വാഭാവികമായി നോർമലായിട്ടുള്ള അത്തരം പ്രൊസീജിയേഴ്സ് ആരംഭിക്കും. ജലസേചന വകുപ്പിനാണ് അത്തരം ഈ വിഷയങ്ങളൊക്കെ പ്രത്യേക ശ്രദ്ധ കൊടുക്കുന്നത്. പക്ഷേ നമ്മൾ ഈ തിരുവനന്തപുരം നഗരമാണ്, നഗരത്തിൽ ഒരു അപ്രതീക്ഷിതമായ ഒരു പ്രതിസന്ധി നമുക്കുണ്ടായി. അപ്പം ഇനിയൊരു നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്ത് നമ്മളതൊരു മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഒരു ക്രമീകരണം ഒരുക്കുമായിരിക്കും. അല്ല, നമ്മൾ ഈ വിഷയം വന്നതിന് ശേഷം തന്നെ ഇന്നലെ മിനിസ്റ്റർ യോഗത്തിൽ സൂചിപ്പിച്ചതുപോലെ നഗരസഭയെ അറിയിച്ചു മാത്രമേ ഇത്തരം വലിയ പ്രവർത്തികൾ ഏറ്റെടുക്കാവൂ എന്ന് നമ്മൾ അറിയിച്ചിട്ടുണ്ട്. അതിൽ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ കുറച്ചുകൂടി കരുതൽ പാലിക്കണം എന്ന് നേരത്തെ തന്നെ നമ്മൾ യോഗത്തിൽ പറഞ്ഞിരുന്നു. കാരണം നമുക്ക് കുറച്ചുകൂടി നമുക്ക് പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുന്ന ഒരു ഇൻറ്റിമേഷൻ നഗരസഭയ്ക്ക് തരണം എന്ന് നമ്മൾ ഇന്നലത്തെ യോഗത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. നന്ദി മേയർ. ഇപ്പോൾ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനാണ് നമ്മളോടൊപ്പം ചേർന്നത്. മേയർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിനകത്ത് കുറച്ചധികം അപ്രതീക്ഷിത സാങ്കേതിക വിഷയങ്ങൾ ഉണ്ടായി. മേയർ സൂചിപ്പിച്ചത് പ്രകാരം നോക്കുകയാണെങ്കിൽ ഇനിയും മണിക്കൂറുകൾ വൈകി മാത്രമേ പലയിടങ്ങളിലേക്കും വെള്ളം എത്തൂ എന്നൊരു സ്ഥിതിയാണ്. ഇതിപ്പോൾ 4 മണിക്ക് പമ്പിംഗ് തുടങ്ങാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. ആ പണി പൂർത്തിയാവാൻ ഏതാണ്ട് ഒരു അരമണിക്കൂർ മതിയാവും. പക്ഷേ പമ്പ് ചെയ്ത് തുടങ്ങാൻ 1 മണിക്കൂർ കൂടി ഇനിയും വീണ്ടും കാത്തിരിക്കേണ്ടി വരും. അപ്പോൾ വീണ്ടും ഈ താഴ്ന്ന പ്രദേശങ്ങളിൽ എത്താൻ 1 മണിക്കൂർ കഴിയും. മറ്റിടങ്ങളിലേക്ക് അതുപോലെ 7 മണിയൊക്കെ ആവണം. അപ്പം ഇനിയും മണിക്കൂറുകൾ കിടക്കുകയാണ്. അപ്പോൾ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ബദൽ സംവിധാനം അധികൃതർ ഒരുക്കിയിട്ടില്ല എന്നാണ്. ഇപ്പോൾ അല്പസമയം മുൻപ് അജീഷ് റിപ്പോർട്ട് ചെയ്തത് വട്ടിയൂർക്കാവിൽ നിന്നാണ്, ആറ്റുകാലിൽ നിന്നാണ്. അവിടെയൊക്കെ ഇപ്പോഴും ജനങ്ങൾ വലയുകയാണ്. അപ്പോൾ ആ കാര്യം കൂടി ഒന്ന് ചോദിക്കാമോ? എന്തുകൊണ്ടാണ് ഇത്രയും ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ബദൽ സംവിധാനം നേരത്തെ മുന്നറിയിപ്പ് ലഭിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ പ്രശ്നം ഇപ്പോൾ നിലവിലുണ്ടല്ലോ. ഇന്ന് രാവിലെയും ഇത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. സ്വാഭാവികമായിട്ടും ജനങ്ങൾ വലയും. അതൊക്കെ എല്ലാവർക്കും അറിയുള്ള കാര്യമുള്ള ഒരു പൊതുബോധ്യമല്ലേ? അതിന്റെ പോലും അടിസ്ഥാനത്തിൽ എന്തുകൊണ്ടാണ് ഈ കുടിവെള്ളം എത്തിക്കാനുള്ള ഒരു ബദൽ സംവിധാനം ഒരുക്കാതെ പോയത്? പ്രതിന ഒരു ബദൽ സംവിധാനം എന്ന രീതിയിൽ സർക്കാർ ഇത് മുൻകൂട്ടി പ്രതീക്ഷിച്ചില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അക്കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം സാധാരണഗതിയിൽ ഈ 1-2 ദിവസങ്ങളിലൊക്കെയാണ്, ഞാനൊക്കെ ഒരു 12 വർഷമായി തിരുവനന്തപുരം നഗരത്തിൽ താമസിക്കുന്ന ആളുകളാണ്. അത്തരത്തിൽ നഗരത്തിൽ ഈ കുടിവെള്ള പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ അരുവിക്കരയിലെ പമ്പ് സ്റ്റേഷനിലടക്കം അവരുടെ ഏതെങ്കിലും മെക്കാനിക്കൽ പ്രവർത്തനങ്ങളൊക്കെ നടക്കുമ്പോൾ, ഈ പ്രവർത്തികളൊക്കെ നടക്കുമ്പോൾ അവർ സാധാരണ ചെയ്യുന്നത് ഈ പ്രശ്നം ഏറ്റവും കൂടുതലുള്ള സ്ഥലത്ത് അവിടെ ഈ ടാങ്കറിൽ വെള്ളം എത്തിക്കുക എന്നുള്ളതാണ്. പക്ഷേ 2 ദിവസം പറഞ്ഞു. അപ്പോൾ സാധാരണ ജനങ്ങൾ ചെയ്യുന്നത് അത്തരം ഈ 2 ദിവസം മുൻകൂട്ടി കണ്ട് ഇത്തരം ഈ വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കുക, അവരുടെ നിത്യേന ആവശ്യങ്ങൾക്കുള്ള വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. പക്ഷേ ഇത്തവണ അത് അപ്രതീക്ഷിതമായി പറഞ്ഞ 2 ദിവസവും കടന്ന് വീണ്ടും 2 ദിവസം കൂടി കടന്നപ്പോഴേക്കും ഈ പ്രതിസന്ധി രൂക്ഷമാകുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് പ്രധാനപ്പെട്ട, നമുക്ക് കുറച്ച് മുൻപ് ഈ മേയർ പറഞ്ഞ ആങ്കർ ബ്ലോക്ക് സ്ഥാപിക്കൽ, അതാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അത് കാണാനും സാധിക്കും. ഇത്തരത്തിൽ കുറച്ചധികം ഈ ആങ്കർ വാൽവുകളിൽ ചോർച്ചയുണ്ടായി. അത് മെയിൻ്റനൻസ് നടത്തണമായിരുന്നു. അതിനും അപ്പുറത്തേക്ക് അതങ്ങനെ വെറുതെ നമ്മൾ ഈ കാണുന്ന ഇരുമ്പ് കഷ്ണങ്ങൾ അത് ചേർത്ത് വെച്ചാൽ മാത്രം പോരാ, അതിനകത്ത് കോൺക്രീറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുകയും വേണം. ഏതായാലും 4 മണിക്ക് മുൻപ് അത്തരം പ്രവർത്തികൾ പൂർത്തിയാക്കും, മുൻപ് മേയർ പറഞ്ഞതുപോലെ. പക്ഷേ അരുവിക്കരയിൽ അതിനുശേഷം പമ്പിംഗ് ആരംഭിക്കണം. അരുവിക്കരയിൽ പമ്പിംഗ് ആരംഭിച്ചു കഴിഞ്ഞാൽ ആദ്യഘട്ടത്തിൽ അത് എത്താൻ തന്നെ, തിരുവനന്തപുരം നഗരത്തിലേക്ക് വെള്ളം എത്താൻ തന്നെ, ഈ പൈപ്പുകളിലൂടെ ഇങ്ങനെ വെള്ളം എത്താൻ തന്നെ 1 മണിക്കൂറിലധികം സമയമെടുക്കും. ആ 1 മണിക്കൂറിൽ ആദ്യം പ്രഷർ ലീക്കേജും ക്ലീനിങ്ങും ആയിരിക്കും ഉണ്ടാവുക. ഏതാണ്ട് 7 മണി അത് കഴിയണം. 7 മണിയോടുകൂടിയൊക്കെ ആയിരിക്കും പൂർണ്ണമായും താഴ്ന്ന പ്രദേശങ്ങളിലും ഉയർന്ന പ്രദേശങ്ങളിലും വെള്ളം എത്തി തുടങ്ങുക എന്നുള്ള കാര്യമാണ് ക്ലിയറായി ഇപ്പോൾ മേയർ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ പ്രജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നൊരു അതൊരു അപ്രതീക്ഷിതമായ മെക്കാനിക്കൽ പ്രശ്നമാണ്, ഒരു സാങ്കേതിക തടസ്സമാണെങ്കിൽ കൂടി ബദൽ ക്രമീകരണം ഒരുക്കണമായിരുന്നു. അതിനുമപ്പുറത്തേക്ക് ഈ പ്രതിസന്ധി ഇന്നലെയാണ് ശ്രദ്ധയിൽപ്പെട്ടത്. അതായത് ആന്റണി രാജുവാണ് ഇത് മുഖ്യമന്ത്രിയുടെ അടക്കം ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷം മുഖ്യമന്ത്രി ഇടപെട്ടു. മന്ത്രി വി ശിവൻകുട്ടി ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു, വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുടെ അടക്കം യോഗം വിളിച്ചു. ആ യോഗത്തിൽ ഉൾപ്പെടെ ഈ വലിയ തരത്തിലുള്ള ചില വിമർശനം ഇപ്പോൾ പോലും നേരത്തെ നമ്മൾ കണ്ടതാണ്, ഒരു നാട്ടുകാരൻ പറയുന്നത് പരാതിപ്പെട്ടപ്പോൾ കൗൺസിലറുടെ ഭാഗത്തു നിന്നും ഒരു ചലനമുണ്ടായി, അങ്ങനെ കുറച്ച് വെള്ളം കിട്ടി എന്നാണ്. അത് പരാതിക്കിടയാക്കാതെ തന്നെ നേരത്തെ തന്നെ അധികൃതർ അത് മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് ചെയ്യണമായിരുന്നു എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ആ കാത്തിരിപ്പ് അല്പസമയം കൂടി നീളും. എന്തായാലും 4 മണിക്ക് മുൻപ് ഈ വർക്ക് പൂർത്തിയാവുമെങ്കിലും പമ്പ് ചെയ്ത് തുടങ്ങുക 1 മണിക്കൂർ 1.5 മണിക്കൂർ കഴിഞ്ഞായിരിക്കും. അങ്ങനെയെങ്കിൽ വെള്ളം എത്താൻ താഴ്ന്നിടങ്ങളിൽ പോലും ഏതാണ്ട് 7 മണിയോടെയാകും എന്നാണ് മേയർ തന്നെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്.